പ്രേക്ഷകരിൽ പലരും അതുപോലെ തന്നെ നിങ്ങൾ പലരും കണ്ടസ്റ്റൻസും ഓർത്തിരിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് കടിച്ചു കീറാൻ വരുന്ന ഒരു സിംഹം പോലെയാണെന്ന് തന്നെയാണ് ഓർത്തിരിക്കുന്നത്. കാരണം എൻ്റെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ അങ്ങനെയാണ്. കാരണം ആ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുമായിരുന്നു ഒരു ഇന്റർവ്യൂ ഇല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ ആയെന്ന് പലപ്പോഴും പലരും ഓർത്ത് കാണും. അപ്പൊ എന്തായാലും എന്നെ ആരെങ്കിലും മാഡം രേണുസുധിക്ക് ഒരു ഇന്റർവ്യൂറെ കൊടുക്കോ പ്ലീസ്. ഞാൻ ഇന്റർവ്യൂവർ ഇല്ലാത്തത് കൊണ്ടാണ് ചില മാസങ്ങളിൽ അത് 2.5 കോടി വരെ പോവും എന്ന് പറഞ്ഞ് സരോജ് കുമാറിനെയാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. നിങ്ങൾ കണ്ട രേണുസുധി എല്ലാവരെയും കടിച്ചു കീറുന്ന സിംഹമായിരുന്നു. ചേടാ, യഥാർത്ഥ സിംഹം കേൾക്കണം കേട്ടോ. സിംഹം ആത്മഹത്യ ചെയ്യും. കടിച്ചു കീറാൻ ഏതെങ്കിലും സിംഹം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സിംഹം ഡെഫിനറ്റ്ലി ആത്മഹത്യ 100%. ലാസിം, അറബി പറഞ്ഞത് ലാസിം ആത്മഹത്യ ലാ സിംഹം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. അത്ര ലൈവല്ല, ലൈവിൻ്റെ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പരിമിതമായ സമയ സാഹചര്യങ്ങളിൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാണ് വരുവേ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ട് ചെറിയൊരു ലൈവ് അപ്ഡേറ്റ്. കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മിഡ് വീക്ക് എവിക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. അതിനു മുന്നേ ബിഗ് ബോസ് ഷോ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുന്നൊരു സാധനം തന്നെ വന്നു. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് കംപ്ലീറ്റ് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കണ്ടമാനം ഷോ ഇറക്കുകയാണ്. ഇതൊന്നും പോരാത്തതിന് ബിഗ് ബോസിൻ്റെ വക ഒരു പുതിയ ഷോ ബിഗ് ബോസിനും കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ബിഗ് ബോസ് ഷോ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രോമോ ആണ് ഇന്നലെ വന്നിട്ടുള്ളത്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നിർത്താനൊന്നും പോണില്ല. ഇവന്മാർക്ക് കൊടുക്കുന്ന അടുത്ത പണിയുടെ ഭാഗമായി 7ൻ്റെ പണിയുണ്ടല്ലോ തീരുമാനിച്ചില്ല, ആ പണിയുടെ ഭാഗമായി എന്തെങ്കിലും ഒരു പണിയാണെന്ന് തന്നെ വിചാരിച്ചത്. ആദ്യം അത് സംസാരിച്ചതിന് ശേഷം നമ്മൾ തംബ്നെയിലിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സംഗതി എഴുതി, എന്തുകൊണ്ട് ഞാൻ രേണുസുധിയുടെ ഫോട്ടോ ഇട്ടു, ഞാൻ നിങ്ങളെ കടിച്ചു കീറാൻ വന്ന സിംഹമല്ല എന്നാണ് ശ്രീമതി രേണുസുധി വളരെ കടുത്ത ഭാഷയിൽ, വളരെ കടുപ്പമേറിയ വാക്കുകളാണ്, എഴുതി വെക്കേണ്ട വാക്കുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അറിയോ? ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു സത്യം പറഞ്ഞാൽ. രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ബിഗ് ബോസിൽ വന്ന സമയത്ത് നമുക്ക് കണ്ടൻറ്റുകളെ കൊണ്ട് നമുക്ക് അമ്മാനമാടാൻ പറ്റും, ചാകരയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സത്യം പറയാം, എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും മനസ്സ് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് രേണുസുധിയുടെ വായിൽ നിന്ന് ആ ഒരു ഡയലോഗ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുന്നേ നമുക്ക് ഇപ്പം നടന്നിട്ടുള്ള പരിപാടികൾ അറിഞ്ഞോ നിങ്ങളെല്ലാവരും? ബിഗ് ബോസ് ഷോ നിർത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു പരിപാടി നടന്നു. ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന മറ്റേ ഒരു റാങ്കിങ് ടാസ്ക്, അതായത് സാധാരണഗതിയിൽ ഒരു 5ാമത്തെ 6ാമത്തെ ആഴ്ചയ്ക്ക് വരുന്ന ക്ലാസിക് ടാസ്കുകളിൽ നിന്നായിട്ടുള്ള റാങ്കിങ് ടാസ്ക് ബിഗ് ബോസോട് ഓർഗനൈസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ ആ ഉച്ചയ്ക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു റാങ്കിങ് ടാസ്ക് മിസ്റ്റർ അനീഷ് അനീഷ് അങ്ങടെ കൂടിയിട്ട് അത് സംഭവം ബഹുലമായിട്ട് മാറ്റി, നിരപ്പാക്കി കൊളാക്കി എന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും. അപ്പോൾ അനീഷ് ഇങ്ങനെ പരിപാടികളൊക്കെ കാണിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ബിഗ് ബോസ് ഇവരെല്ലാവരും വട്ടത്തിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടേ ബിഗ് ബോസ് ഒറ്റയടിക്ക് പറയുന്നു, ഇനി മുതൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഞങ്ങൾ ഉണ്ടായിരിക്കില്ല, ഇവിടെ നിർത്തിവെക്കാൻ പോവുകയാണ്. നിങ്ങളാരും ഞങ്ങൾ മത്സരാർത്ഥികളായിട്ട് കാണില്ല. ഇനി മുതൽ നിങ്ങൾ ഇവിടുത്തെ അതിഥികളാണ്, നിങ്ങളുടെ ഒരു കോണ്ടൻറ്റും ഞങ്ങൾ പുറത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള ഷോ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത് കാര്യമായിട്ടുള്ളൂ, ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് എനിക്കൊന്നും ഒരാൾക്ക് പോലും ഇല്ല, എനിക്കൊന്ന് പട്ടി വിലയാണ് ബിഗ് ബോസിന് കൊടുക്കുന്നത്. സീരിയസ് ആയി, ബിഗ് ബോസ് താങ്കൾക്ക് ഇപ്രാവശ്യം പട്ടി വിലയാണ്. ബിഗ് ബോസിന് മാത്രമല്ല ലാലേട്ടന് പോലും പട്ടി വില കൊടുക്കുന്ന കണ്ടസ്റ്റൻസാണ് ഇപ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. എന്ത് തേങ്ങ ഉണ്ടായിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്ര വലിയ കൊമ്പത്തെ ആൾക്കാരാണോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. എസ്പെഷ്യലി ഇന്ന് നടന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. ബാഡ്ജ് കിട്ടിയ ആൾക്കാർക്ക് മാത്രം മേക്കപ്പ്. പിന്നെ ഇപ്രാവശ്യം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഷെയറിങ് ഈസ് നോട്ട് കെയറിങ് എന്നൊരു സംഭവം അല്ലേ? അതിനല്ലേ പറഞ്ഞത്? യെസ്, അതിനെ തോന്നുന്നു, ഷെയറിങ് ഈസ് നോട്ട് കെയറിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബാഡ്ജ് കിട്ടിയ ആൾക്കാർ ഒന്നും അവരുടെ സാധനങ്ങളൊന്നും മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ പിന്നെ എന്താ പറയുക, ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ 7ൻ്റെ പണി മാത്രമല്ല, എല്ലാവരും നാറിപ്പൊളിച്ച് നടക്കുക. കുളിയും നനയൊന്നും ഇല്ലാതെ ഇട്ട വസ്ത്രങ്ങളിട്ടിട്ട് മേക്കപ്പും ഇല്ല, സ്പ്രേയും ഇല്ല, പെർഫ്യൂമും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നാറിപ്പൊളിച്ച് നടന്നോളുക. ഏറ്റവും മോസ്റ്റ്, എനിക്കറിയില്ല കേട്ടോ, ഇത് ഗെയിമിൻ്റെ ഭാഗമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുക, ഹൈജീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്? എനിക്കറിയില്ല കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അവരിപ്പോൾ വലിയ സുന്ദരക്കുട്ടന്മാരായിട്ട് അവിടെ അങ്ങനെ വലിയ റാംബോ ആക്കി ഇത് നടക്കുന്നത്, സുന്ദര മറ്റേ ഇതൊക്കെ നടക്കണം. പണ്ട് ശോഭയൊക്കെ നടന്നിരുന്നില്ലേ,
സാരിയൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശോഭ സാരിയൊക്കെ എടുത്ത് ശോഭനെ മാത്രം എടുത്ത് പറഞ്ഞു എന്ന് വിചാരിക്കാൻ കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നടന്നിരുന്നല്ലോ. അപ്പോൾ അതുപോലെ സുന്ദരക്കുട്ടന്മാരായി നടക്കണമെന്നല്ല, പക്ഷെ എന്നാലും ഒരു മനുഷ്യന് ഡ്രസ്സ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരില്ലേ? എത്ര അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പറ്റുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഹൈജീൻ എന്നുള്ള സാധനം വെട്ടിയിട്ട് അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സീസണായിട്ടാണോ ബിഗ് ബോസ് പോകുന്നതെന്ന് അറിയില്ല. ഒരു അടച്ചിട്ട AC റൂമിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അല്ലേ, കാറ്റും ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. എന്തോ ആയിക്കോട്ടെ, അതല്ലല്ലോ നമ്മളെ വിഷയം. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ നീറ്റ് ഷാനവാസും മക്കളും, ക്യാപ്റ്റൻ ഷാനവാസും മക്കളും എല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസിനോട് മാപ്പ് കുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ മാപ്പ് ബിഗ് ബോസ് ആക്സെപ്റ്റ് ചെയ്തു. പ്രത്യേകമായിട്ട് ആദില നൂറാണ് ഷെയർ ചെയ്തിരുന്നത്. പിന്നെ ജിസിലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ജിസിൽ ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞത്, എനിക്ക് സംശയമുണ്ട് ജിസിൽ പ്ലാസ്റ്റിക് സർജറി എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു ലേഡിയാണോ. എനിക്ക് തോന്നുന്നു അവർക്ക് മേക്കപ്പ് ഇല്ലാതെ കഴിയുണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളതല്ല, ഇനി അവർക്കുള്ള 8ൻ്റെ പണി കൊടുക്കുക 7ൻ്റെ പണി കൊടുക്കാനാണോ എന്നുള്ള അറിയില്ല. അവർ മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക സിറ്റുവേഷൻ എന്നുള്ളത് ഐ കാൺട്ട് ഇമാജിൻ. കാരണം വെച്ചാൽ അവരുടെ ഫേസ് കണ്ട് ഞാൻ അങ്ങനെ പറയല്ല, എന്തൊക്കെയോ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് നടക്കുന്ന ലേഡിയെ തോന്നുന്നുണ്ട്. വോട്ടെവർ എന്തായാലും മേക്കപ്പ് സാധനങ്ങളുടെ ഇഷ്യൂകൾ കാരണം കൊണ്ട് അവിടെ നിർത്തി വെക്കുന്നതാണ്. പിന്നെ അടുത്ത് നേരെ പെട്ടെന്ന് ബിഗ് ബോസ് നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് പെട്ടെന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് 6 പേര്, ആ 6ൽ ഞാനില്ല എന്നിട്ടാണ് എൻ്റെ പേര്, 6 പേരെ തിരഞ്ഞെടുക്കുക. അതായത് എല്ലാവരും കൂടി ഓരോരുത്തരുടെ അഭിപ്രായം പറയാം, ഞാൻ എന്തുകൊണ്ട് എന്നെ നിങ്ങൾ 6ൽ ഉൾപ്പെടുത്താൻ പാടില്ല, 6 പേരെ എവിക്റ്റ് ചെയ്യും ബിഗ് ബോസ്, എന്തുകൊണ്ട് ഈ 6ൽ ഞാൻ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തരും വന്ന് പറയുക. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പിടിച്ച് നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് പിടിച്ച് നോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നു നിൽക്കുന്ന ഒരു സമയത്താണ്, വേളയിലാണ് രേണു സുധിയുടെ ഈ ഒരു ഡയലോഗ് ഞാൻ കേട്ടത്. എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് വീഡിയോ ചെയ്യാൻ കാരണം അറിയോ, എന്തൊക്കെയോ മല മറിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയ ആൾക്കാരാണ്. ഒരാളുടെ ചാൻസും കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ഇതിനെക്കുറിച്ച് ഉണ്ടായ സംഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ PR കുട്ടികളും PR മക്കളും കൂടി ചേർന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളി. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ എന്തെങ്കിലും ഒരു നോമിനേഷനോ എവിക്ഷനോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തലവേദന കാർഡ്, വയ്യാത്ത കാർഡ്, ഈ കണ്ട പരിപാടികൾ കംപ്ലീറ്റ് ഇറക്കണം. അല്ലാതെ ബിഗ് ബോസിന് ഈ ദിവസം വരെ എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടൻറ്റും കൊടുക്കാത്തൊരു, ഒരു സംസാരം, ഒരു കണ്ടൻറ്റ് പോലും കൊടുക്കാത്ത കുറച്ച് വ്യക്തികളിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുധി. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ എവിക്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അയമ്മ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ കേൾപ്പിച്ചുതരാം കേട്ടോ. അപ്പം നമസ്കാരം, രേണു സുധിയാണ്. അപ്പം എൻ്റെ പ്രേക്ഷകരിൽ പലരും അതുപോലെ തന്നെ നിങ്ങൾ പലരും കണ്ടസ്റ്റൻസും ഓർത്തിരിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് കടിച്ചു കീറാൻ വരുന്ന ഒരു സിംഹം പോലെയാണെന്ന് തന്നെയാണ് ഓർത്തിരിക്കുന്നത്. കാരണം എൻ്റെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ അങ്ങനെയാണ്. കാരണം ആ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കരുത്, ഒരു ഇന്റർവ്യൂ ഇല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ ആയെന്ന് പലപ്പോഴും പലരും ഓർത്ത് കാണും. അപ്പൊ എന്തായാലും എന്നെ ആരെങ്കിലും മാഡം രേണു സുധിക്ക് ഒരു ഇന്റർവ്യൂറെ കൊടുക്കോ പ്ലീസ്. ഞാൻ ഇൻ്റർവ്യൂവർ ഇല്ലാത്തത് കൊണ്ടാണ് ചില മാസങ്ങളിൽ അത് 2.5 കോടി വരെ പോവും എന്ന് പറഞ്ഞ് സരോജ് കുമാറിനെയാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. നിങ്ങൾ കണ്ട രേണു സുധി എല്ലാവരെയും കടിച്ചു കീറുന്ന സിംഹമായിരുന്നു. ഇൻ്റർവ്യൂസിൽ എല്ലാവരെയും കടിച്ചു കീറിയ നിയമ സത്യമാണ്. അതിനെ സഹായിച്ച ആൾക്കാരൊക്കെ കീറി 4 വഴിക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു രേണു സുധി. ഞാൻ കണ്ട സമയത്ത് സത്യം പറയും, എന്തൊക്കെയാണ് ഈ അമ്മ പറയണമെന്ന് ആലോചിക്കുക. അമ്മയ്ക്ക് ഇനി ഇൻ്റർവ്യൂറിങ് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണോ? അത് കണ്ടസ്റ്റൻസ് പഠിക്കേണ്ട, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ ഇൻ്റർവ്യൂവർ ഇല്ലാത്തതുകൊണ്ട് അത്ര അതിൻ്റെ ഉള്ളിൽ ആരും കടിച്ചു കയറാത്തത്. ആരെങ്കിലും ഇൻ്റർവ്യൂവർ അങ്ങോട്ട് വിടുമോ? ഇനി അങ്ങനെ വിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, ചിലപ്പോൾ ഒരു ഐഡിയ ആണെന്ന് പറയാൻ പറ്റില്ല. മിസ് ഷാരിക KB അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവർ. 2 ആളും കൂടി അപ്പുറം കസാലിട്ടിരുന്നിട്ട് അങ്ങോട്ട് ഇൻ്റർവ്യൂ എടുത്ത്. ഷാരിക എന്തായാലും അവിടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ നോമിനേഷനിൽ പേരൊക്കെ എഴുതി, എന്തെങ്കിലും വേറെ ഐഡിയ ആവും. എന്തായാലും ഷാരിക ചേച്ചിക്ക് ചെന്നിട്ട് അങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് രേണുവിന് ഇൻ്റർവ്യൂക്ക് ആളില്ലാത്തത് കൊണ്ട് ഇത്രയും വിഷമിക്കുന്ന ഒരു ഹൃദയത്തിന് ഉടമയാണ് രേണു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജായത്തൊക്കെ പറഞ്ഞ തള്ളി മറച്ച എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും? സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പറയൂ.
ഞാൻ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് വേണേൽ പ്രശ്നം ഉണ്ടാക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ, പിറ്റേ ദിവസം തന്നെ നമുക്ക് പേരിടിയിൽ കർമ്മം നടത്തി ഓമന പേര് പറയാൻ ബിഗ് ബോസ് പറഞ്ഞു. അന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെച്ച് എന്റെ ഇത് മുഴുവൻ കാണിക്കായിരുന്നു. ഞാൻ അങ്ങനെയല്ല എങ്ങനെയാണ് എനിക്ക് കാണിക്കായിരുന്നു ബഹളം വെച്ച്. അങ്ങനെ അത് എനിക്ക് നല്ല ഷെയിമായിട്ട് തോന്നിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കാണിക്കാറ്. പക്ഷെ അന്നേരം ഞാൻ കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. അവിടെ ബഹളം വെറുതെ ഒരു അനാവശ്യമായിട്ട് ബഹളം വെച്ച് കാറേണ്ട കാര്യമില്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് നന്മമരമായ രേണുവിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സത്യം, രേണു എന്ന് പറഞ്ഞ നന്മമരത്തിനെ നിങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ച് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. പക്ഷേ അവിടെ പലപ്പോഴുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു രേണുവിന്. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നന്മമരമായി ഞാൻ വന്നാണ്. ഇതിൽ എന്ത് തേങ്ങയ്ക്കാണ് ഈ അമ്മ ബിഗ് ബോസ് പോയതോ? എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ബിഗ് ബോസ് പോയത്? കാറാനും പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. ഫുൾ നന്മമരം കളിച്ചിട്ട് ഒന്നിനും വയ്യ. മൂലക്കിൽ ചുരുണ്ടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി വല്ല കട്ടൻ ചായയും കാപ്പി കുടിച്ചാൽ അതൊക്കെ കുടിച്ചാൽ അവിടെ മൂലക്കിൽ ഇരുന്നോളൂ എന്നുള്ള കണ്ടീഷനിലാണോ പോയിരിക്കുന്നത്? കടിച്ചു കീറാൻ പറ്റുന്ന സിംഹം. ഇതിലൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ. അല്ല, അത് പറയില്ല. കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോന് വേണ്ടത് കോണ്ടൻറ്റാണ്. കോണ്ടൻറ്റ് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സിമ്പിളായിട്ട് ജഗതിച്ചേട്ടൻ ഒരു വേർഡ് വന്നിട്ടുണ്ട്, ഗെറ്റ് ഔട്ട് ഹൗസ്. സത്യം, രേണു സുധിയും ബാക്കിയുള്ള മക്കളും ഉണ്ടായിരിക്കുന്ന ടീംസ് കംപ്ലീറ്റ് ഗെറ്റ് ഔട്ട് ഹൗസ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നോമിനേഷനിൽ വന്നു. അതായത് പല ആൾക്കാരും തിരഞ്ഞെടുത്തതിൽ പെട്ടിട്ട് നോമിനേഷനിൽ വന്നിട്ടുള്ളത് അനീഷ്. ഒരുപാട് 15ഓളം വോട്ടുകൾ കിട്ടി. സത്യം പറഞ്ഞാൽ ആ ചങ്ങായി എന്ത് ചൊറിയാനാണെങ്കിലും ഓനാണ് ഇപ്പോൾ ഹൗസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. രേണു രേണുവിൻ്റെ സ്വന്തം ഇൻ്റർവ്യൂർ ശാരിക, കലാഭവൻ സരിക, ഒനിയൽ, റെന ഫാത്തിമ, ഇത്രയും ആൾക്കാരുടെ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ശൈത്യമുണ്ട്, ബിൻസി ഉണ്ട്. ഇപ്പോൾ ബിന്നിയൊക്കെ ഭയങ്കര സംഭവമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആരും അനീഷ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇടപെട്ടറും അല്ല കണ്ടൻറ് ഉണ്ടാക്കുന്നല്ലാതെ കുറ്റങ്ങളൊന്നും വേറെ അനങ്ങിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ നാളെ മുതൽ, ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേര് പുറത്തു പോകും. ഈ വായിച്ച പേരുകളിൽ 2 പേര് പുറത്തു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെ ഈ വീക്കെൻഡ് നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ബിഗ് ബോസ് മിഡ് വീക്കും 1/4 വീക്കും 3/4 വീക്കും പിന്നെ അവസാനം 1 വീക്ക് എവിക്ഷനും എല്ലാം കൂടി കൂട്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ വളരെ ചുരുട്ടി മടക്കി പുറത്തേക്ക് അറിയാനുള്ള പരിപാടി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അതാണ് ചെയ്യേണ്ടത്. കുറേ എണ്ണങ്ങളൊക്കെ ചുരുട്ടി മടക്കി പുറത്തേക്ക് അറിഞ്ഞിട്ട് കുറച്ച് ദമ്മായിട്ട് കോണ്ടൻറ്റ് തരുന്നുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 6ൻ്റെ ചീത്തപ്പേര് വരില്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ അനീഷിൻ്റെ ചൊറി എന്ന് പറഞ്ഞു, അതിനൊരു പരിധിയില്ലേ? അതിന് ചൊറിയാനൊരു പരിധിയില്ലേ അല്ലേ? ഒരേ കാര്യം തന്നെ വീണ്ടും 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 പറഞ്ഞിട്ട് ചൊറിയാന്നല്ലാതെ കണ്ടൻറ്റ് മാറ്റി മാറ്റി ഉണ്ടാക്കി ചൊറിയാനുള്ളൊരു വകുപ്പാ ചങ്ങയുടെ ഭാഗത്തുനിന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം ഇൻ്റർവ്യൂവർ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യാത്തത്. ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അത്യാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനും നിങ്ങൾക്ക് രേണു സുധിയുടെ വീഡിയോസ് ചെയ്തിട്ട് ബിഗ് ബോസിന് മുന്നേ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു. കാരണം വെച്ചാൽ ഈ അമ്മ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മനമറിക്കുമെന്നാണ് ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ ആഗ്രഹിച്ചിരുന്നതും വിചാരിച്ചിരുന്നതും അല്ലേ? അതൊന്നല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന ഒരു തേങ്ങയും കാട്ടില്ല, നമുക്ക് അതിന് തന്നെ അറിയാം. പിന്നെ അപ്പോൾ ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പറയണ്ടേ, ഇങ്ങനെയെങ്കിലും പറയണ്ടേ? കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹോ, ചേടാ യഥാർത്ഥ സിംഹം കേൾക്കണം കേട്ടോ. സിംഹം ആത്മഹത്യ ചെയ്യും. കടിച്ചു കീറാൻ ഏതെങ്കിലും സിംഹം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സിംഹം ഡെഫിനറ്റ്ലി ആത്മഹത്യ 100%. ലാസിം, അറബി പറഞ്ഞത് ലാസിം ആത്മഹത്യ ലാ സിംഹം, ഷുവറായിട്ട്. കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം ഇൻ്റർവ്യൂവർ അല്ലാത്തതുകൊണ്ട് അത്ര ഒരൊറ്റ ഒരു ഇൻ്റർവ്യൂവിലെങ്കിലും കടിച്ചു കീറണമെന്ന് കാട്ടിത്തരുമോ? കടിച്ചു കീറിയിട്ടുണ്ട് ഒരുപാട് വട്ടം. അവനെ സഹായിച്ച ആൾക്കാരെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അവിടുത്തെ എവിക്ഷൻ്റെ പരിപാടി ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.